സൗദിയിലെ വിമാന കമ്പനിയായ റിയാദ് എയറിന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് അഥവാ AOC ലഭിച്ചു. ഈ വർഷം അവസാനത്തോടെയായിരിക്കും സേവനം ആരംഭിക്കുക. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ലൈസൻസ് അനുവദിച്ചത്. ലൈസൻസിനായുള്ള പരീക്ഷണ പറക്കൽ ഡിസംബർ 11-ന് ആരംഭിച്ചിരുന്നു. വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സേവനം വിപുലീകരിക്കാനുള്ള വിവിധ കരാറുകളിലും ധാരണയായിട്ടുണ്ട്. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങി 100-ലധികം എയർപോർട്ടുകളെ ലക്ഷ്യമാക്കിയായിരിക്കും സേവനം ലഭ്യമാക്കുക. രാജ്യത്ത് ഒരു പുതിയ എയർലൈൻ പറന്നുയരുമ്പോൾ കുറഞ്ഞ നിരക്കിൽ പറക്കാനുള്ള അവസരം ഒരുക്കുകയാണ് സൗദിയിലെ ഫ്ലൈ ആദിൽ വിമാന കമ്പനിയാണ് 49 റിയാലിന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയത്. ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ടിക്കറ്റ് നിരക്കിൽ ഈ വലിയ ഇളവ്. ദമാം, റിയാദ്, ജിദ്ദ എന്നീ സെക്ടറുകളിലാണ് 49 റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാവുക. വൺ വേ ടിക്കറ്റുകളായിരിക്കും ഈ നിരക്കിൽ ലഭിക്കുക. ഈ മാസം 20 മുതൽ അടുത്ത മാസം 25 വരെ ജിദ്ദ, റിയാദ് എന്നീ സെക്ടറുകളിൽ 49 റിയാലിന് ടിക്കറ്റുകൾ ലഭിക്കും. വിമാനയാത്രകൾ എളുപ്പമാകുമ്പോൾ രാജ്യത്തെ സുരക്ഷാ ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് അധികാരികൾ. റിയാദിൽ കവർച്ചാ സംഘങ്ങളെ കൂട്ടത്തോടെ പിടികൂടിയ പോലീസ്. കൊള്ളയടി തൊഴിലാക്കിയ 21 പ്രതികളെയാണ് റിയാദ് പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തത്. വഴിയാത്രക്കാരോട് പിടിച്ചുപറിയും വീടുകൾ കൊള്ളയടിക്കലും തൊഴിലാക്കി ഈ സംഘത്തെ പോലീസ് കുറ്റാന്വേഷണ വിഭാഗം പിന്തുടർന്ന് തൊണ്ടിമുതലുകൾ അടക്കം പിടികൂടുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് ആൾമാറാട്ടം നടത്തിയാണ് ഈ പ്രതികൾ കൊള്ളയും പിടിച്ചുപറിയും നടത്തി വന്നത്. പ്രതികളിൽ 18 പേർ യമനികളാണ്, 3 പേർ സൗദി പൗരന്മാരും. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും പബ്ലിക് പ്രോസിക്യൂഷനെ റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് സുരക്ഷാ ലംഘനങ്ങൾ മാത്രമല്ല പരിഹരിക്കപ്പെടുന്നത്, കുടിയേറ്റ നിയമങ്ങളും കൂടുതൽ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് സൗദി. ഹജ്ജ്, ഉംറ വിസകളിൽ എത്തി കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്തവർക്ക് 1 ലക്ഷം റിയാലാണ് പിഴ ചുമത്തുക. സൗദിയിൽ തങ്ങാനുള്ള കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിടാത്ത തീർത്ഥാടകനെ കുറിച്ച് അയാളെ സൗദിയിൽ എത്തിച്ച ഹജ്ജ്, ഉംറ സേവന കമ്പനികൾ ബന്ധപ്പെട്ട വകുപ്പിന് റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ട് ചെയ്യാൻ വൈകിയാൽ ഓരോ തീർത്ഥാടകനും 1 ലക്ഷം റിയാൽ വരെ എന്ന തോതിൽ പിഴ ചുമത്തുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഹജ്ജ്, ഉംറ നിബന്ധനകളും നിർദ്ദേശങ്ങളും എല്ലാവരും പാലിക്കേണ്ടതുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി.